കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ഈ പ്രഭാതം ദാനമായി തന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞ രാത്രിയിലെ ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് നീ ഞങ്ങളെ ഉണർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളിവിടെ ആയിരിക്കണമെന്ന് ഞങ്ങളെക്കുറിച്ച് നീ ആഗ്രഹിച്ചതോർത്ത് സ്തോത്രം. നിന്നെ പാടി സ്തുതിക്കുവാൻ, നീ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ ധ്യാനിക്കുവാൻ, ഞങ്ങളെ തന്നെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. പലയിടങ്ങളിലായിരുന്ന ഞങ്ങളെ നീ ഒരുമിച്ച് ഈ ദേവാലയത്തിൽ കൂട്ടിവരുത്തിയല്ലോ. നീ ചെയ്യുന്ന നന്മകളെ ഓർത്ത് ധ്യാനിപ്പാൻ ഒരവസരവും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഈ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു ആരാധനാ ശുശ്രൂഷയിലൂടെയൊക്കെ ഞങ്ങളെ നടത്തിയ പ്രിയ സഹോദരനെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ പാസ്റ്ററിനായി കുടുംബത്തിനായി ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ക്വയറിനെ ഓർത്ത് നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെ വരെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനം ധ്യാനിപ്പാനായി ഒരുങ്ങുന്ന അടിയനെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ നിൻ്റെ കരത്തിൽ നിന്നുള്ളതല്ലാതെ മറ്റൊന്നും പകർന്നു കൊടുക്കുവാനായില്ലല്ലോ. അതുകൊണ്ട് പൂർണ്ണമായി നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ ജനത്തിൻ്റെ മധ്യേ നിൽക്കുന്നു. നിൻ്റെ ക്രൂശിൻ്റെ മറവിൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഉപവാസത്തെ നീ മാനിക്കണമേ. വ്യത്യസ്തമായ ആവശ്യങ്ങളോടുകൂടിയും ഭാരങ്ങളോടുകൂടിയും ഒക്കെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നിനക്ക് മാത്രമേ ഞങ്ങളുടെ ഉള്ളിനെ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പാടുന്ന പാട്ടിലൂടെയും ഞങ്ങളുടെ ആരാധനയിലൂടെയും വചന കേൾവിയിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സ്വയം മനസ്സിലാക്കുവാനും നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്പസമയം നിൻ്റെ വചനത്തിന് മുൻപാകെ ഇരിക്കട്ടെ. ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ. മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ വന്നതുപോലെയല്ല, തിരിച്ചു മടങ്ങുമ്പോൾ നീയും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരല്പം വ്യത്യാസമുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയായി കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവം എനിക്ക് അവസരത്തെ നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെയും നമ്മളെ പരിപാലിച്ച ദൈവം, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ആരാധനാ ശുശ്രൂഷയും ദൈവം നമ്മളെ വഴി നടത്തിയതോർത്ത് നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. വളരെ മനോഹരമായ ഒരു ഗാന ശുശ്രൂഷയും അതിനോട് ചേർന്ന് ആരാധന ശുശ്രൂഷയിലൂടെയൊക്കെ പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചല്ലോ. നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും അതിലൂടെ നമ്മെ തന്നെ കൂടുതൽ അറിയുവാനും നമുക്ക് സാധിക്കുന്ന നിമിഷങ്ങളാണ്. കൺവെൻഷൻ്റെ ഇടയിൽ നടത്തപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാസ്റ്ററിനും കുടുംബത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിന്ന് ആരാധനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ സഹോദരൻ്റെ ശുശ്രൂഷകളൊക്കെ ദൈവം മാനിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സസ് 5 to 12. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 12 വരെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം.
നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ച് കൊള്ളുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. വേദപുസ്തകത്തിലെ 5-ാമത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം. ഈ ആവർത്തന പുസ്തകമൊന്നും നമ്മൾ അങ്ങനെ ആവർത്തിച്ച് വായിക്കാത്ത ഒരു പുസ്തകമാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലൊക്കെ നമുക്ക് ചില പുസ്തകങ്ങളൊക്കെ താല്പര്യമുണ്ട്. സങ്കീർത്തനങ്ങളൊക്കെ നാം സ്ഥിരമായി വായിക്കാറുണ്ട്. സുവിശേഷ ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ വായിക്കാറുണ്ടാകാം. എന്നാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ ചിലതിനോട് മാത്രം നമ്മൾ പ്രിയം വയ്ക്കുകയും ബാക്കി പുസ്തകങ്ങളൊന്നും അത്ര ഗൗരവമായി നാം വായിക്കാറില്ല. എന്നാൽ ആവർത്തന പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇസ്രായേൽ മക്കൾക്ക് മോശയിലൂടെ ദൈവം നൽകുന്ന കൽപ്പനകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. മറ്റൊരു പ്രത്യേകത, ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആവർത്തന പുസ്തകം. അതായത് പല കാര്യങ്ങളും ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. എ ബുക്ക് ഓഫ് റെപ്പറ്റിഷൻസ് എന്നാണ് പറയുന്നത്. ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിലുടനീളം മോശയുടെ കുറേ സ്പീച്ചസ് ആണ്. മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്ന ധാരാളം പ്രസംഗങ്ങൾ പോലെയാണ് ഈ ആവർത്തന പുസ്തകം. എന്നാൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വേദഭാഗം മിസ്രയീം ദേശത്ത് നിന്ന് അടിമത്തത്തിൽ നിന്നൊക്കെ വിടുവിച്ചതിന് ശേഷം കടന്നു വന്ന ഇസ്രായേൽ മക്കളുടെ തലമുറയോടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കാരണം അവിടെ നിന്ന് യാത്ര തിരിച്ച, മിസ്രയീമിൽ നിന്ന് 400 വർഷക്കാലത്തെ അടിമത്തത്തിൽ നിന്ന് യാത്ര തിരിച്ച ഒരു തലമുറ മരിച്ചതിന് ശേഷം അവരുടെ മക്കളായിരിക്കുന്നവരോട് മോശ കൊടുക്കുന്ന ചില കൽപ്പനകൾ, നിയമങ്ങളൊക്കെയാണ് നാം ഈ വായിക്കുന്ന ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചിരിക്കണമെന്ന് ഈ തലമുറയോട് മോശ പറയുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ തലമുറയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്ന നമുക്കും ഏറെ പ്രാധാന്യം ഉള്ളതാണ്. അതാണ് ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ഈ ധ്യാനത്തിലൂടെ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ 5-ാമത്തെ വാക്യം ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നമ്മൾ പലയിടങ്ങളിൽ വായിച്ചു കേൾക്കുന്ന വേദഭാഗമാണ് ഇത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറയുന്ന വാക്യം നമുക്കൊക്കെ ഒരുപക്ഷെ മനഃപ്പാഠമായിട്ട് അറിയാവുന്ന വാക്യം തന്നെയാണ്. ഇതേ വാക്യം വീണ്ടും യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അവിടെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അവിടുത്തെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പറയുന്നു. 34 മുതൽ വായിക്കാം. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. അതായത് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഒരു പരീശൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു.
യേശു അവന് കൊടുക്കുന്ന മറുപടിയാണ് 37-ാമത്തെ വാക്യം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ ഈ കൽപ്പന വീണ്ടും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിലും ഇതുപോലെയൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെ ഈ വാക്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറെ അർത്ഥവത്തായ ഒരു വാക്യമായി കൊണ്ടു നടക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കേണ്ടുന്നത് ആവശ്യമാണ്. കാരണം പഴയ നിയമ പുസ്തകത്തിലെ ഒരു വാക്യം മാത്രമായിട്ടല്ല, യേശുവിൻ്റെ നാവിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏത് എന്ന ചോദ്യത്തിന് മറുപടിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നതും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. അവിടുത്തെ ഒരു വാക്യം ഞാൻ ഏറെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവത്തെ ആരാധിക്കണം, നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും സ്വയം പറയുന്നതും നമ്മളുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും. എന്നാൽ ഇവിടെ ഈ പറയുന്ന വാക്യത്തിലും യേശു പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യായപ്രമാണം എന്ന് പറയുന്നിടത്തും നീ ദൈവമായ യഹോവയെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? അതിനൊരു വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും നാം ദൈവത്തെ ആരാധിക്കണം, നാം ദൈവത്തെ സ്തുതിക്കണം, നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം എന്നൊക്കെയുള്ള പദങ്ങളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യായപ്രമാണത്തിൽ പറയുന്നു, നീ ദൈവമായ യഹോവയെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്ന പദം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. ഈ ലോകബന്ധത്തിൽ നമ്മളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെ നാം സ്നേഹിക്കുന്നവരാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകുന്ന മക്കളെ നാം സ്നേഹിക്കുന്നവരാണ്. നമ്മളെ ഈ ലോകത്തിൽ ജനിപ്പിച്ച് നമ്മെ വളർത്തുന്ന മാതാപിതാക്കളെ നാം സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്ന പദം നമുക്ക് അപരിചിതമായൊരു പദമല്ല, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് സ്നേഹം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമ്മെ വഴി നടത്തുന്ന, നമ്മുടെ സ്തുതിസ്തോത്രങ്ങൾക്ക് അർഹനായിരിക്കുന്ന, നമ്മുടെ ആരാധനകൾക്ക് അർഹനായിരിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കണം എന്ന കൽപ്പനയാണ് ഇന്ന് നാം വായിച്ച വേദഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ 3 വാക്കുകൾ പറയുന്നുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ ഒരു വൈകാരിക തലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ സ്നേഹം തന്നെ ഒരു വികാരമാണ് എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തെ വൈകാരികമായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് അവിടെ പൂർണ്ണ മനസ്സോടും, ഒരു ബുദ്ധിയുടെ തലത്തിൽ നിന്നപ്പുറം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പൂർണ്ണ ശക്തിയോടും നമ്മളുടെ ശരീരം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ മാനുഷിക ബന്ധത്തിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലുമൊക്കെ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് സ്വർഗത്തിലെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുക. കാരണം നമ്മൾ പലപ്പോഴും പറയും ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത്, അല്ലേ? ഗോഡ് ഇസ് ലവ്. ദൈവം സ്നേഹമാണ് നമ്മൾ പറയാറുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നവരാണ്. യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. യേശു കർത്താവ് നമ്മളെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇരുകരവും നീട്ടി നമ്മെ ആശ്ലേഷിക്കുന്ന, നമ്മെ പുണരുന്ന ഒരു സ്നേഹം കർത്താവിൽ നിന്ന് അനുഭവിക്കുന്നവരും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ ഈ സ്നേഹം തിരിച്ച് മടക്കി കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നമ്മളോടുള്ള ചോദ്യം. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും വേണം. ദൈവം നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതൊരു ആവശ്യമാണെന്ന് നമ്മൾ കരുതുന്നുണ്ട്. എന്നാൽ ഈ ദൈവമായ യഹോവയെ തിരിച്ച് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം.
നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തിക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥലമുണ്ട്, ഒരു വലിയ സ്ഥാനമുണ്ട്. ആ വ്യക്തിയോടൊപ്പം സമയം ചിലവഴിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? നമുക്കൊരാളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ സമയം ചെലവഴിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് സംസാരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണല്ലോ. ഇതൊക്കെ നമുക്ക് മറ്റൊരാളോടുള്ള സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളാണ്. ആ വ്യക്തിയുമായി സമയം ചെലവഴിക്കുക, ആ വ്യക്തിക്ക് നമ്മളുടെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ടാകുക, നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുക, ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളാണ്. ആ വ്യക്തിയോട് സംസാരിക്കാനായി നമ്മൾ സമയം വേർതിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം സ്വയം ചോദിച്ചു നോക്കിക്കേ, ഇപ്പറയുന്ന വിധത്തിലൊക്കെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മളുടെ ഹൃദയത്തിൽ എത്ര വലിയ സ്ഥാനമുണ്ട്? കർത്താവിന് ഇഷ്ടമുള്ളതൊക്കെയാണോ നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. കർത്താവിനോടൊപ്പം എത്ര സമയം ചിലവഴിക്കുവാൻ നാം വേർതിരിച്ചു വെക്കുന്നുണ്ട്? ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ളപ്പോൾ നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വളരെ സെൽഫിഷായിട്ടുള്ള നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കാനും നമുക്കാർക്കും മടിയില്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ എത്ര സമയം കർത്താവിന് വേണ്ടി വേർതിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മളുടെ ഈ വർഷത്തെ കൺവെൻഷനിൽ, ഉപവാസ പ്രാർത്ഥനയിൽ, ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും കർത്താവിന് വേണ്ടി സമയം വേർതിരിച്ച് സ്പെൻഡ് ചെയ്യുവാനായിട്ട് നാം ഒരുക്കമുള്ളവരാണോ? ഇത് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിബദ്ധത കാണിക്കുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായി സംസാരിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടും, അല്ലേ? നമ്മൾ ആരോടൊക്കെ, നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കണമെന്നും നമുക്ക് നമ്മളുടെ മക്കളുമായി സമയം ചെലവഴിക്കാനും ഒക്കെ താല്പര്യം എന്തുകൊണ്ടാണ്? നമ്മളവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സംഭാഷണങ്ങളുണ്ട്, കോൺവെർസേഷൻസ് വിത്ത് ദ ലോർഡ്? കർത്താവുമായി സംസാരിക്കുവാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? കർത്താവുമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? പ്രാർത്ഥനാ ജീവിതമാണല്ലേ. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം കർത്താവുമായുള്ള സംഭാഷണത്തിൻ്റെ സമയമാണ്. എത്ര സമയം നമുക്കതിനു വേണ്ടി വേർതിരിക്കുവാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായി ഒരു യാത്ര പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കും, നാം സ്നേഹിക്കുന്നവരോടൊപ്പം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ യാത്രകളൊക്കെ കർത്താവിനോടൊപ്പമാണോ? നമ്മൾ ഒരുമിച്ച് ഒരാളുടെ കൂടെ നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മളുടെയും അവരുടെയും നടത്തത്തിൻ്റെ സ്പീഡ് ഒരുപോലെയാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഒരാളുടെ കൂടെ നടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രഭാത സവാരിക്ക് പോകുമ്പോൾ, ഒരു മോർണിംഗ് വാക്കിന് പോകുമ്പം നമ്മൾ ആരുടെ കൂടെ നടക്കുന്നോ ആ വ്യക്തിയുടെ നടത്തത്തിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മളുടെ നടത്തത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവുമായി നടക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലേ? വേദപുസ്തകത്തിൽ പലരെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ യഹോവയോട് കൂടെ നടന്നു. ഹാനോക്ക് യഹോവയോട് കൂടെ നടന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിനോടൊപ്പമാണോ നടക്കുന്നത്? കർത്താവിനോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയവും കർത്താവിൻ്റെ സമയവും ഒരുപോലെ ആകുന്ന ഇടത്താണ് നമുക്ക് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ട് സ്പീഡിലാണ് പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ആവശ്യങ്ങൾ കുറേ അങ്ങ് ദൈവസന്നിധിയിൽ പറയും, അല്ലേ? നമുക്കത് നടത്തിത്തരണം, ഇത് നടത്തിത്തരണം, രോഗം മാറിക്കിട്ടണം, അനുഗ്രഹങ്ങൾ ഉണ്ടാകണം, വണ്ടി മേടിക്കാൻ പറ്റണം, വീട് പണിയാൻ പറ്റണം, മക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ ആരും ചോദിക്കാറില്ലല്ലോ, കർത്താവേ നിൻ്റെ സമയം ആയോ? എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സാധിച്ചു തരുവാൻ തക്കവണ്ണം നിൻ്റെ സമയമായോ എന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല. നമുക്ക് നമ്മുടെ ഒരു കലണ്ടറുണ്ട് നമ്മുടെ കയ്യിൽ, അല്ലേ? നമ്മുടെ കലണ്ടറുമായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയും, ഇന്ന ദിവസം ഇത് സാധിച്ചു തരണം, നാളത്തെ ദിവസം ഇത് സാധിച്ചു തരണം, ഇന്ന് എനിക്കിത് സാധ്യമാക്കി തരണം. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ മറ്റൊരു കലണ്ടറുണ്ട്. ആ കലണ്ടറിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നടത്തിക്കൊണ്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അവൻ താമസമാക്കുന്നത്.
നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ദൈവം നടത്തി തരാത്തത്. കാരണം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ഒരു കർത്താവിനെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണമെന്നുള്ളത് വലിയ കൽപ്പനയാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ദൈവത്തോട് സ്തോത്രം പറയുവാനും ഹല്ലേലൂയ പറയുവാനും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷേ വളരെ ഗഹനമായ ആഴമേറിയൊരു ചോദ്യം നാം സ്വയം ചോദിക്കണം. കർത്താവെ, നിന്നെ ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ആ വ്യക്തിയിൽ ആശ്രയിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ആ വ്യക്തിയോടൊപ്പം നടക്കുവാനോ സംഭാഷണം നടത്തുവാനോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ വേണ്ടുന്നത് ദൈവത്തെ സ്നേഹിക്കുവാൻ നാം പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നാം ഏറ്റവും കൃപയോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിന് മുൻപായിട്ട് നാം പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യം ദൈവത്തെ സ്നേഹിക്കണമെന്ന്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചാൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ എക്കാലവും കാണപ്പെടും. കാരണം സ്നേഹമെന്ന് പറയുന്നത് സകലത്തിനും മീതെയുള്ള ഒരു വലിയ ശക്തിയാണ്. അപ്പോൾ സ്നേഹിക്കുവാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് ക്രമമായി വരും, പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കും, വിശുദ്ധ വചനം അവർ വായിക്കും. കാരണം അവർ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പം നമുക്കും പറയാൻ സാധിക്കണം, എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എപ്പോഴൊക്കെ എൻ്റെ ആലയത്തിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ ആരാധനയും നടത്തപ്പെടുന്നോ, ഞാൻ അവിടെ പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനല്ല, മറിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ആരാധനയ്ക്ക് പോകും, ഞാൻ കൂട്ടായ്മയിൽ പങ്കെടുക്കും, ഞാൻ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കും. എൻ്റെ ചുറ്റിനുമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നത് പോലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാവും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ തലമുറയുടെ മുൻപിൽ ഞാൻ വിശ്വസ്തയായി നിൽക്കുന്നത് എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും ആദ്യം നമുക്കുണ്ടാകേണ്ടുന്ന കൽപ്പനയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിനോട് സ്തുതി പറയണ്ടെന്നല്ല, കർത്താവിൽ പ്രത്യാശ വെക്കേണ്ടെന്നല്ല, അവനിൽ ആശ്രയിക്കേണ്ടെന്നല്ല. ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പുറകെ നമ്മളുടെ ജീവിതത്തിൽ തനിയേ വരും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊരു എഫേർട്ടൊന്നും എടുക്കണ്ട. കാരണം സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിച്ചാൽ, കർത്താവിനെ സ്നേഹിക്കാൻ സാധിച്ചാൽ അവനിലുള്ള ആശ്രയം, അവനിലുള്ള പ്രത്യാശ, അവന് കൊടുക്കേണ്ടുന്ന സ്തുതി സ്തോത്രങ്ങൾ, അവന് കൊടുക്കേണ്ടുന്ന മഹിമയും ആരാധനയും ഒക്കെ അതിൻ്റെ പിന്നാലെ തനിയെ നമ്മളുടെ ജീവിതത്തിൽ വരും. ഏറ്റവും പ്രഥമമായിട്ട് സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിക്കുവാൻ നാം പഠിക്കണം. അതുകൊണ്ട് ഇനിയുമുള്ള നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് അത്തരത്തിൽ ക്രമീകരിക്കുവാൻ സാധിക്കണം. ദൈവമേ, നിന്നെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ മടക്കി സ്നേഹിക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. 6ാമത്തെ വാക്യം എന്താ നമ്മളോട് പറയുന്നത്? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ വിശുദ്ധ വചനം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെയൊക്കെ വീട്ടിൽ ഈ വിശുദ്ധ വചനം എവിടെയാണ് ഇരിക്കുന്നത്? മേശയുടെ പുറത്ത് കാണും, അല്ലെ ടീപ്പോടെ താഴെ കാണും, അല്ലെ ഷെൽഫേ കാണും. ചിലരുടെയൊക്കെ തലവണയുടെയൊക്കെ കീഴെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും, കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വെച്ചെന്നിരിക്കും. എന്നാൽ ഈ വചനം എവിടെ ഇരിക്കണമെന്നാണ് ഇവിടെ കൽപ്പന പറയുന്നത്? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കണം. വിശുദ്ധ വചനം മേശമേൽ ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മേശമേലിരിക്കുന്ന വിശുദ്ധ വചനത്തെ ഹൃദയത്തിലാക്കുവാനുള്ളൊരു വലിയ ഉത്തരവാദിത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന നാൾ മുതൽ മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്തമാണ് ഈ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഹൃദയത്തിലേക്ക് ഈ വചനത്തെ അലിയിക്കത്തക്ക വിധത്തിൽ ഈ വചനത്തെ പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അതിന് ആദ്യമേ ഈ വചനം എവിടെ ഉണ്ടാവണം? മാതാപിതാക്കളുടെ
ഹൃദയങ്ങളിലുണ്ടാകണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന ഒരു വലിയ ശക്തിയായി ഈ ദൈവവചനം മാറണം. നമുക്കിങ്ങനെ ആരാധനയ്ക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും ഒക്കെയാണ് നമ്മൾ വിശുദ്ധ വചനം കയ്യിലേന്തിക്കൊണ്ട് പോകുന്നത്. എന്നാൽ നാം ഒരു യാത്രയിലായിരിക്കുമ്പോൾ, നമ്മളൊരു ബസ് യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കുരുവിടുവാൻ നമ്മളുടെ ഉള്ളിൽ ഈ ദൈവവചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വിശുദ്ധ വചനം നമ്മളുടെ ഹൃദയത്തിൽ ഓൾറെഡി ഇതുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ വചനം കയ്യിലെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും നമ്മളുടെ ഹൃദയത്തിൽ ഈ വചനത്തെ ഉരുവിടുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ നാവിൽ ഈ വചനം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ശക്തി പകരുന്നതായി തീരണമെന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മളുടെ ഹൃദയത്തിലിരിക്കണം. ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ നിൽക്കുമ്പോഴായിരിക്കാം, ICUവിൻ്റെ വാതിൽക്കൽ ഇരിക്കുമ്പോഴായിരിക്കാം, ഒരു ഡയഗ്നോസിസ് ബയോപ്സിയുടെ റിപ്പോർട്ട് ഡോക്ടറിൽ നിന്ന് മേടിക്കുന്ന സമയത്തായിരിക്കാം നമുക്ക് ഏറ്റവും ശക്തി നമ്മളുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. ആ സമയത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ദൈവശബ്ദം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കതൊക്കെ ശക്തി പകരുന്ന അനുഭവമായി മാറുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കടന്നു പോകും. ചെല്ലുന്ന ഇടങ്ങളിൽ അവർക്കുള്ള സ്വാധീനമൊന്നും എന്തായിരിക്കുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ അവിടെ അവർക്ക് ബലം നൽകുന്ന, അവർക്ക് കോട്ടയായി തീരുന്ന ഈ വിശുദ്ധ വചനം അവരുടെ ഹൃദയത്തിലുള്ളപ്പോഴാണ് അവർക്ക് പറയാൻ സാധിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ജീവിതത്തിൻ്റെ ഏതനുഭവത്തിലൂടെ അവൻ എന്നെ നടത്തിയാലും എനിക്ക് ഭയമുണ്ടാകയില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഈ വിശുദ്ധ വചനം അവരുടെ ഉള്ളങ്ങളിലേക്ക് ചെറുപ്രായത്തിൽ പകർന്നു നൽകുമ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ മോശ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന കൽപ്പന, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണമെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണ്. നമ്മളോട് നൽകുന്ന ഒരു വലിയ കൽപ്പനയാണ്. ഈ വിശുദ്ധ വചനത്തെ നിന്റെ മേശമേൽ മാത്രം വെച്ചാൽ പോരാ, അവിടെ നിന്ന് ഇത് നിന്റെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടാകണം. അതിന് ഈ വചനം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുന്നത്? സമയം കിട്ടുമ്പോഴൊക്കെ എന്നല്ല, സമയം വേർതിരിച്ച് ഇതിനെ വായിക്കുവാൻ നമുക്ക് സാധിക്കണം. വായിക്കുന്ന വചനത്തെ ഗ്രഹിക്കുവാനായി നാം എഫേർട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണമെന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഈ വിശുദ്ധ വചനത്തെ നിന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നിനക്ക് സാധിക്കണം. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഇന്നലെ കേട്ടത് ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ്. ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഇട്ടല്ലേ. അവിടെ ദാനിയേലിൻ്റെ കയ്യിൽ യാതൊരു കൽപ്പനകളുമില്ല. പക്ഷേ ദാനിയേലിന് അവിടെ ബലം നൽകിയത് എന്താണ്? ചെറുപ്പം മുതൽ തൻ്റെ ജീവിതത്തിൽ താൻ പഠിച്ചു വെച്ചിട്ടുള്ള ദൈവിക കൽപ്പനകളെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ദാനിയേൽ ആ രാത്രി മുഴുവൻ സിംഹത്തിൻ്റെ കുഴിയിൽ ഭയം കൂടാതെ ചിലവഴിച്ചുവെന്ന് നമ്മൾ ഓർക്കണം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആട്ടിടയനായിരുന്ന ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിക്കപ്പെട്ട ഒരു യാത്രയൊക്കെ നമുക്കറിയാം അല്ലേ. രാജാവായി വാഴിക്കപ്പെട്ട അല്ലെങ്കിൽ അഭിഷിക്തനായ സമയത്തും ദാവീദിന് സ്വസ്ഥതയൊന്നും ഉണ്ടായില്ല. എത്രയോ ഇടങ്ങളിൽ ഓടി നടക്കേണ്ടി വന്നു. കാരണം ശൗൽ രാജാവിന് എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ദാവീദ് ശൗലിൻ്റെ കുന്തത്തിൻ്റെ കയ്യിൽ നിന്ന്, ശൗലിൻ്റെ എല്ലാ ശത്രുത്വത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുമ്പോൾ പല ഗുഹകൾക്കകത്ത് കാട്ടിനുള്ളിലൊക്കെ തന്നെ ഒളിച്ചു വയ്ക്കുവാനായിട്ട് സമയം ചെലവഴിച്ചപ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നത് സങ്കീർത്തനങ്ങളാണ്, ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസമേറുന്ന അനുഭവങ്ങളിൽ, സന്തോഷത്തിൻ്റെ സമയത്തൊക്കെ നമ്മുടെ നാവിൽ വരുന്നത് ഈ വിശുദ്ധ വചനമാണോ അല്ലയോ നമുക്ക് ചിന്തിച്ച് നോക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കത്തുള്ളൂ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന്. മുൻപോട്ട് വായിക്കുകയാണ്, നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുതിർന്നവർക്കും ഉള്ള ഒരു കൽപ്പനയാണ്. എല്ലാ മാതാപിതാക്കൾക്കും, എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും മുതിർന്ന മാതാപിതാക്കൾക്കും ഉള്ള കൽപ്പനയാണ്, നീ അവയെ നിന്റെ തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇതൊരു വലിയ നിയോഗമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ചുറ്റിനുമുള്ള യങ്ങർ ജനറേഷന്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ദൈവത്തിൽ അധിഷ്ഠിതമായ വചനത്തെ പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ നിയോഗം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം.
എപ്പോഴൊക്കെ ഉപദേശിച്ച് കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ വീട്ടിലിരിക്കുമ്പോഴും, വഴി നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും, അല്ലേ? 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 4 കാര്യങ്ങൾ ചെയ്യാത്തവരായി ആരെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇപ്പറയുന്ന ഈ 4 കാര്യങ്ങളും ചെയ്തിട്ടല്ലേ നമ്മൾ ഇന്നത്തെ ദിവസം ഇന്ന് ആരാധനാലയത്തിലേക്ക് വന്നിരിക്കുന്നത്? നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ ഒക്കെ തന്നെ നീ ചെയ്യേണ്ടുന്നൊരു ഉത്തരവാദിത്തം നിനക്ക് ചുറ്റിനുമുള്ളവരോട് ദൈവീക കൽപ്പനകളെ ഉപദേശിച്ചു കൊടുക്കുവാൻ നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരായി തീരണമെന്നുള്ളതാണ്. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവത്തെക്കുറിച്ചാണോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംഭാഷണങ്ങൾ? നമ്മുടെ കുഞ്ഞുങ്ങളോട് എത്രത്തോളം ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? അവിടെ നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുമ്പോഴും, വഴി നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എത്രത്തോളം ദൈവീക സംസാരങ്ങളുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഈ ഭവനമൊക്കെ പണിത് നമ്മൾ ആദ്യം കയറി താമസിക്കുമ്പം പല കാര്യങ്ങളും ഇങ്ങനെ ഭിത്തിയിലൊക്കെ എഴുതി വയ്ക്കും, അല്ലേ? യേശു ഈ വീടിൻ്റെ നായകൻ, ഇവിടെ കഴിക്കാനിരിക്കുമ്പോഴും സംസാരിക്കുന്നതൊക്കെ യേശു കേൾക്കുന്നുണ്ട്. ഇത് മാത്രമേ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കാണത്തുള്ളൂ. യേശുവിനെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് ദൈവീക സംഭാഷണങ്ങളുള്ള ഭവനങ്ങളായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറുന്നുണ്ടോ? ഗോഡ് ടോക്ക് എന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ദൈവീക സംഭാഷണവും, ഇത് രണ്ടും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. നമ്മളൊരു പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം മടങ്ങി വരുമ്പോൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ, അന്നത്തെ ദിവസം ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടോ? അതോ അന്നത്തെ ദിവസം ഉണ്ടായതിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളിങ്ങനെ എണ്ണി എണ്ണി പറയും, അല്ലേ? എല്ലാത്തിനും നമുക്ക് മുറുമുറുപ്പുണ്ട്, എല്ലാത്തിനും നമുക്ക് പരാതികളൊക്കെ പറയാനുണ്ട്. അങ്ങനെയായി പോകുന്നുണ്ടോ നമ്മുടെ ഭവനങ്ങളിൽ? നമ്മൾ ഇന്ന് പാടിയ ഒരു പാട്ട്, അത് തമിഴ് പാട്ടാണ്, ഞാൻ മനസ്സിലാക്കിയതാണെങ്കിൽ, സ്തുതി എടുത്താൽ ആരോടുവെന്നാണ് പറയുന്നത്? സാത്താൻ ഓടും, അല്ലേ? മുറുമുറുത്താൽ സാത്താൻ തിരുമ്പി വരുമെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമെന്നല്ലേ? ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റാണ്. അതായത് നമ്മുടെ നാവിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള സംഭാഷണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്തുള്ള സാത്താൻ ഓടിപ്പോകും. പിന്നെ സാത്താൻ അവിടെ ഒരു പ്രസക്തിയില്ല. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ പരാതി പറയുന്നവരായി മാറുമ്പോൾ, നമ്മൾ എന്തിനെക്കുറിച്ചും കുശുമ്പും കുന്നായ്മയും കുറ്റവും ഒക്കെ പറയുന്നവരായി മാറുമ്പോൾ ആര് തിരിച്ചു വരും? അല്ലേ? സാത്താന് തിരിച്ചു വരാൻ നമ്മൾ ഡോറൊന്നും തുറന്നു കൊടുക്കണ്ട. അല്ലാതെ ഭവനത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ സാത്താൻ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ ഭവനങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഇടവകയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുന്നത് ദൈവത്തെ ആണോ എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരായി, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുന്നവരായി, കഴിഞ്ഞ കാലങ്ങളിൽ 25 വർഷക്കാലം ഈ പ്രദേശത്ത് ഈ ഇടവക നിലകൊണ്ടു എന്ന് പറയുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ നമുക്ക് വർണ്ണിക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ? 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവക ഇങ്ങനെയായിരുന്നോ? അല്ല. അതിനേക്കാൾ എത്ര മനോഹരമായി ദൈവം നമ്മളെ അനുദിനം, ഇനിയും ഒരു 25 വർഷം കൂടെ കഴിഞ്ഞാൽ ഇനിയും ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് സാക്ഷിക്കാൻ പറ്റണം, ഞങ്ങളെ നടത്തിയ വിധങ്ങൾ, ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരായി നമ്മളുടെ തലമുറ മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ഭവനങ്ങളിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടാകണം. അതിനുള്ള കൽപ്പനയാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. മറ്റു കാര്യങ്ങൾ എന്താണ് അവിടെ പറയുന്നത്? 8ാമത്തെ വാക്യം പറയുന്നു, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം, അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ദൈവത്തെക്കുറിച്ച്, ദൈവ സംഭാഷണങ്ങളൊക്കെ നമ്മുടെ മുൻപിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. മറ്റൊന്ന്, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം, അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും
എഴുതണം. ഇസ്രായേൽ മക്കൾക്കുള്ള കൽപ്പനയാണ് എങ്കിൽ പോലും നമുക്കതിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വളരെ പ്രാക്ടിക്കലായി പ്രായോഗികമായി ചിന്തിക്കാം. എനിക്ക് 2 ആൺമക്കളാണ്. ഇന്നലെ അച്ഛൻ പാസ്റ്റർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 ആൺമക്കളാണ്. 2 പേരും കൗമാരപ്രായക്കാരാണ്. ഒരാൾ ഡിഗ്രി പഠിക്കുന്നു, മറ്റേയാൾ +1 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുന്നു. എൻ്റെ 2 ആൺകുഞ്ഞുങ്ങളും വളർന്നു വരുന്ന പ്രായത്തിൽ ഈ ഭാഗം ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ അതിനെ ഇങ്ങനെയാണ് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ കയ്യിൽ കെട്ടുന്നത് എന്താ? വാച്ച് അല്ലേ? നമ്മൾ വാച്ച് കെട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സമയം അറിയാൻ. ആർക്ക് സമയം അറിയാൻ? നമുക്ക് സമയം അറിയാൻ അല്ലേ? എൻ്റെ കയ്യിൽ ഞാൻ വാച്ച് കെട്ടുന്നത് എനിക്ക് സമയം അറിയാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഞാൻ മറ്റ് പലയിടങ്ങളിലും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ കൽപ്പനകളെ നിന്റെ കൈമേൽ അടയാളമായി കെട്ടണമെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം ആരുടെ വകയാണെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില ചിട്ടകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നീ ആരുടെ വകയാ? നീ കർത്താവിൻ്റെ വകയാ അല്ലേ? ഈ ലോകത്ത് എവിടെ പോയാലും നീ കർത്താവിൻ്റെ വകയാണെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില ആത്മീയ ചിട്ടകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത് അവിടെ പറയുന്നത് എന്താ? നിന്റെ കണ്ണുകൾക്ക് മധ്യേ അവ പട്ടമായിരിക്കണം. എൻ്റെ കണ്ണിൻ്റെ മധ്യേ അത് എന്ന് പറഞ്ഞാൽ എൻ്റെ നെറ്റിയുടെ ഭാഗം അല്ലേ? എൻ്റെ നെറ്റിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്ക് കാണാൻ പറ്റും? ആർക്ക് കാണാം? മറ്റുള്ളവർക്ക് കാണാം അല്ലേ? എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് എനിക്ക് കാണാനാണ് എങ്കിൽ എൻ്റെ കണ്ണിൻ്റെ മധ്യേയുള്ള ഭാഗമെന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുന്നതാണ്. നിന്നെ നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റണം നീ ആരുടെ വകയാണെന്ന്. നിന്നെ നോക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നീ ക്രിസ്തുവിൻ്റെ വകയാണെന്ന്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ജീവിതം അത്തരത്തിൽ ക്രമീകരിക്കപ്പെടണം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഒപ്പമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ ആരുടെ വകയാണെന്ന്? നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെ കാണുമ്പോൾ തന്നെ ഇവൾ ആരുടെ വകയാണ്, ഇവൻ ആരുടെ വകയാണ്? ഇത് നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്ന കാര്യമായി മാറുമ്പോഴാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവിക കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത്. മൂന്നാമത് അവിടെ പറയുന്നു, അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. ഇസ്രായേൽ മക്കളുടെയൊക്കെ വീടുകളുടെ പ്രത്യേകത അതായിരുന്നു. ദൈവവചനം എന്ന് പറയുന്നവരെല്ലായിടത്തും അത് പതിപ്പിച്ചിരിക്കും. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഈ ഭവനം ആരുടെ വകയാണെന്ന്. നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പറയാൻ പറ്റണം ഈ ഭവനത്തിൽ ക്രിസ്തു വസിക്കുന്നു, ഇവിടെയുള്ളവരുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നു, ഇവിടെയുള്ളവർ ക്രിസ്തുവിൻ്റെ വകയാണ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷം നമ്മളുടെയൊക്കെ ഭവനങ്ങളിലുണ്ടോ? അതോ ഏതെങ്കിലും ഭവനം പോലെയാണോ? നമ്മുടെ ഭവനത്തിലേക്ക് വന്നു കയറുന്നവർക്ക് ആശ്വാസം ലഭിക്കത്തക്ക വിധത്തിൽ, നമ്മുടെ ഭവനത്തിലേക്ക് വന്നു കയറുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും പകരത്തക്ക വിധത്തിലാണോ നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം? അതോ ചെറിയ പ്രശ്നവുമായി കടന്നു വരുന്നവർ വലിയ പ്രശ്നവുമായി മടങ്ങിപ്പോകുന്ന ഇടമായി നമ്മുടെയൊക്കെ ഭവനങ്ങൾ മാറുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം ചോദിച്ചു നോക്കാവുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നവർ, നമ്മളെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഒരു ദൈവിക സാന്നിധ്യം ലഭിക്കത്തക്ക വിധത്തിലാണോ നമ്മുടെ ജീവിതത്തെ നാം ഇന്ന് ഈ ജീവിക്കുന്ന ലോകത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്ന മറ്റ് മതത്തിലുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? അവർക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഞാനും നിങ്ങളും ആരാധിക്കുന്ന ഇടം എൻ്റെ ആരാധനാലയമെന്ന് പറയേണ്ടുന്ന ഇടമാണല്ലേ. ഇത് മറ്റാർക്കോ വേണ്ടി പണിതതല്ല. ഞാൻ ആരാധിക്കുന്ന ദേവാലയം എൻ്റെ ദേവാലയം എന്ന് പറയത്തക്ക വിധത്തിലേക്ക് നമുക്ക് നമ്മുടെ ആരാധനാ ജീവിതത്തെയും നമ്മുടെ കൂട്ടായ്മ ജീവിതത്തെയും കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഈ ഒരൊറ്റ വാക്യത്തിൽ എടുത്തു പറയുന്നു. നീ ആരുടെ വകയാണെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില ആത്മീയ ചിട്ടകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നിന്റെ സംസാരം, നിന്റെ നോട്ടം, നിന്നോട് ഇടപെടുന്നവർക്കൊക്കെ അത്തരത്തിലുള്ളൊരു ഫീല് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതം അത്തരത്തിൽ ക്രമീകരിക്കപ്പെടണം.
മറ്റുള്ളവർ നിന്നെ നോക്കുമ്പോൾ, നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണമെന്ന് പറയുമ്പോൾ, നിന്റെ ജീവിതത്തെ കാണുമ്പോൾ തന്നെ പറയാനായിട്ട് സാധിക്കണം, ഇവൻ ക്രിസ്തുവിൻ്റെ വകയാണ്, ഇവൾ ക്രിസ്തുവിൻ്റെ വകയാണ്. അങ്ങനൊന്നും എളുപ്പത്തിൽ ഇവളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാരണം കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം ഇവൾക്കുണ്ട് എന്ന് പറയത്തക്ക വിധത്തിലാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്നു കയറുന്നവർക്ക് പറയാൻ പറ്റണം, ഇവിടെ ക്രിസ്തു വസിക്കുന്നുണ്ട്. ഇവിടെ വന്നു കയറുമ്പോൾ ഒരു പ്രത്യേക ഫീല് കിട്ടുന്നുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സൗഖ്യമൊക്കെ പ്രാപിക്കുന്ന ഇടമായി നമ്മളുടെ ഭവനങ്ങൾ മാറ്റപ്പെടുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ ഒരു വേദഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക്. നമുക്കറിയാം, നമ്മളുടെ ദൈവം, സ്വർഗത്തിലെ ദൈവം അനേക വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പ്രോമിസസ് കൊടുത്താണ് അവരെ നടത്തിയത്. അബ്രഹാമിൻ്റെ കാലം തൊട്ടേ പറയുന്നുണ്ട്, കടൽക്കരയിലെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്നെ ഞാൻ, നിന്റെ സന്തതിയെയും ഞാൻ വഴി നടത്തുമെന്ന് പറയുന്നുണ്ട് അല്ലേ. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള ഒരു വലിയ വിളിയായിരുന്നു, നിയോഗമായിരുന്നു ഇസ്രായേൽ മക്കളുടെ ജീവിതമെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുന്ന സത്യം ചെയ്തല്ലോ. ആ സത്യം നിവർത്തിക്കപ്പെടുന്ന സമയത്ത് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും. നോർത്ത് നോക്കിക്കേ, എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് ദൈവം ഇവിടെ കൊടുക്കുന്നത്. ശരിയല്ലേ? നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം നമ്മൾ നേടിയെടുത്തതാണോ? അല്ല. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനേക നന്മകളും മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നമ്മൾ വസിക്കുന്ന ഇടം, ഈ ഒരു പ്രദേശമൊക്കെ തന്നെ ഇത്തരത്തിലാക്കി നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർ കുഴിച്ച കിണറുകൾ, മറ്റുള്ളവർ നട്ടുണ്ടാക്കിയതിൻ്റെ ഒക്കെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ അല്ലേ. അപ്പോൾ നീ പണിയാത്ത വീടുകൾ, നീ നിറയ്ക്കാതെ സമ്പത്ത് നിറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ വളരെ താഴ്മയോടുകൂടെ കൊണ്ടുവരേണ്ടുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ട്, ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട്, ഇതെല്ലാം തന്നത് സ്വർഗത്തിലെ ദൈവം അനേകരിലൂടെയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അപ്പം നമുക്കൊക്കെ മറവി വളരെ മാനുഷികമായി ഉണ്ട് എന്നറിയാവുന്ന ദൈവം കൊടുത്ത കൽപ്പനയാണ്. ബാക്കിയും കൂടെ ഞാൻ വായിക്കുക. നീ നട്ടുണ്ടാക്കാത്ത 11ാം വാക്യത്തിലെ, നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. അല്ലേ? ഒരു വലിയ വാക്യമാത്. അതായത് നമ്മളത് വായിച്ചു തുടങ്ങുന്നത് 10-ൽ നിന്ന് 10, 11, 12 ഒരൊറ്റ വാക്യമാണെന്ന് ഓർത്തോണം. അതായത് ദൈവം പറയുകയാണ്, ഇന്നതൊക്കെ നിന്റെ ജീവിതത്തിൽ ഞാൻ തരുന്നു. അതൊന്നും നീ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. അനേകരുടെ അധ്വാനത്തിൻ്റെ ഫലം നീ അനുഭവിക്കുക. നീ തിന്ന് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവത്തെ നീ മറക്കാൻ പാടില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, പലപ്പോഴും നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ നാം മറന്നു പോകുന്നില്ലേ? പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് നമ്മൾ ഈ ദൈവത്തെ മറന്നു പോകുന്നു. നമ്മൾ സ്വന്തം കഴിവിൽ പലപ്പോഴും ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവരായി മാറുന്നു. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മുടെയൊക്കെ ഇടവകയിൽ ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് എത്ര താഴ്മയോടുകൂടി ഒരു ആരംഭമായിരിക്കാം. അന്ന് ഈ ദേശത്തുണ്ടായിരുന്നവർ ഇത്രയല്ലേ ആഗ്രഹിച്ചുള്ളൂ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ആരാധിപ്പാൻ, ദൈവത്തെ വിളിക്കാൻ ഇവിടെ ഒരു എന്തുണ്ടാവണം? ഒരാലയമുണ്ടാവണം. ഇതായിരുന്നു അന്നത്തെ ഈ ദേവാലയത്തിൻ്റെ ആരംഭകാലം. എല്ലാ ദേവാലയത്തിൻ്റെയും, എല്ലാ സഭകളുടെയും, എല്ലാ ദേവാലയത്തിൻ്റെയും ഒക്കെ ആരംഭകാലം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ ആരാധിക്കുവാനായി നമുക്കൊന്ന് കൂടി വരണം എന്നുള്ള അതായിരിക്കും ആരംഭം.
പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് മറന്നു പോകും? ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് സാധ്യമാക്കി തന്നതാണ് നമ്മുടെ ദേവാലയം എന്ന് നമ്മൾ മറന്നു പോകും. പിന്നെ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ അടിയും ബഹളവും നടത്തുന്ന ഇടമായി പലപ്പോഴും നമ്മളുടെ ആരാധനാലയങ്ങൾ മാറിപ്പോകുന്നു. ഞാൻ പൊതുവായി പറയുക, കാരണം എനിക്ക് ഈ ഒരു പ്രദേശവുമായി യാതൊരു അടുപ്പമോ ബന്ധമോ പരിചയമോ ഇല്ല. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടത്തായാലും അല്ലെങ്കിൽ കേരളത്തിലെ വ്യത്യസ്തമായ ഇടങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഇടവകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ദൈവത്തേക്കാൾ പ്രാധാന്യം പലപ്പോഴും മനുഷ്യർക്കായി മാറുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്നൊരു കാര്യം, ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകുന്നത്. കർത്താവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത് ദൈവം നടത്തിയ വിധങ്ങളെ നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. അവൻ നടത്തിയ വഴികളെ ഒന്നും നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കാത്തത് കൊണ്ട് പലപ്പോഴും ദൈവത്തിനല്ല പ്രാധാന്യം, മനുഷ്യർക്ക് പ്രാധാന്യം. ഞാനാണോ വലുത്, നീയാണോ വലുത്? ഇത് പരസ്പരം ചോദിക്കുന്ന ഇടമായി നമ്മുടെയൊക്കെ ആരാധനാലയങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഓർത്തോണം, നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരായി മാറുന്നുണ്ട്. ഇതിനോട് ചേർന്ന് ഇതേ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. കുറച്ചുകൂടി ദൈവത്തെ മറക്കാതിരിപ്പാനായിട്ട് നമുക്ക് ഊന്നൽ തന്നുകൊണ്ട് തരുന്ന ചില വാക്യങ്ങളാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവേ, നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടുന്നതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അല്ലേ? കുറച്ചുകൂടി വിവരിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ വ്യക്തമായി അറിയാവുന്ന ദൈവം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് തരുന്ന കൽപ്പനയായി ഇത് മാറ്റിയിട്ടുണ്ട്. അതായത് അവിടെ പറയുന്നു, നീ അധ്വാനിക്കാത്ത പലതും നീ അതിൻ്റെ ഫലം അനുഭവിച്ച് തുടങ്ങുമ്പം കുറച്ച് നാൾ അങ്ങോട്ട് കഴിയുമ്പം നിനക്കൊരു വിചാരമുണ്ടാകും, നീ ആരോ ആയി എന്നുള്ളൊരു ഭാവം. അതുകൊണ്ടാണ് നീ നിഗളിക്കാതിരിപ്പാനെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എപ്പോഴാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ടാകുന്നത്? ദൈവത്തെ മറക്കുമ്പോഴാണ്. കാരണം ദൈവത്തെ ഓർത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്ര ചെറുതാണെന്നുള്ളത്. പക്ഷേ ദൈവത്തെ മറന്നു കഴിയുമ്പം നമുക്ക് തന്നെ തോന്നും ഒരല്പം സമ്പത്തൊക്കെയായി, പഞ്ചായത്തിലൊക്കെ അത്യാവശ്യത്തിന് നല്ലൊരു പേരുണ്ട്, സാലറിയൊക്കെ അത്യാവശ്യം കിട്ടുന്നൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ പണം നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം നമുക്ക് തന്നെ തോന്നും എൻ്റെ ഇപ്പുറത്തിരിക്കുന്നവനേക്കാൾ മിടുക്കൻ ഞാനാ, പുറകിലത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവളേക്കാൾ മിടുക്കി ഞാനാ. ഏറ്റവും അധികം നിഗളവും അഹങ്കാരവും വരുന്ന മേഖല ആത്മീയ മേഖലയാണ്. ഞാനത് ഇന്നലെ ഒന്ന് പറഞ്ഞല്ലേ, ഒരു ഇച്ചിരി ഒന്ന് പാടാൻ അറിയാമെങ്കിലോ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിലോ ഒക്കെ പിന്നെ നമുക്കൊരു തോന്നലാണ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെക്കാട്ടിലും ഞാനാണ് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ നിഗളത്തിൻ്റെ ഭാവമാണ്. ഇവിടെ പറയാണ്, നിനക്ക് നിഗളിക്കാൻ യാതൊന്നും ഇല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പറയുന്നു, നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ടൊക്കെ ഞാൻ നിന്നെ പോഷിപ്പിച്ചു, നീ അങ്ങ് തിന്ന് തൃപ്തിയായി കഴിയുമ്പോൾ നീ അറിയാതെ തന്നെ പറയും, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും കൊണ്ട് ഞാൻ ഈ സമ്പത്ത്
ഉണ്ടാക്കിയെന്ന് പറയും. ഇതൊരിക്കലും നാം പറയാൻ പാടില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ശക്തിയും എൻ്റെ ബലവും കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെയൊക്കെ സംഭാഷണങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ, എൻ്റെ എന്നുള്ള വാക്കുകളാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒത്തിരി നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകുന്നെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത്, ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പം, ഞാൻ ട്രസ്റ്റി ആയിരുന്നപ്പം, ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ പറയാറില്ലേ? വീടുകളിലാണെങ്കിൽ പോലും ഞാൻ, എൻ്റെ എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം തന്നെ ഓർത്തോണം, നമ്മളറിയാതെ നമ്മളെ തന്നെ വലുതായി കാണുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ എപ്പോഴും ഓർക്കണം, ഇത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് മഹത്വം കൊടുക്കേണ്ടുന്നത് അവനാ. ദൈവകൃപയാലല്ലാതെ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നത്തെ രാവിലത്തെ സമയം നമുക്കൊന്ന് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാൽ കട്ടിലിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എന്ന് വരും. നമ്മുടെ ശരീരത്തിനൊരു തളർച്ചയുണ്ടായാൽ, കാലം നനക്കാൻ പറ്റാതായി പോയാൽ, നടുവിനൊരു വേദനയുണ്ടായാൽ, ശരിയായൊരു തലവേദന വന്നാൽ പോലും നമ്മൾ അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? ഒരു ജലദോഷം വന്നാൽ ഇരിക്കാനുള്ള വകുപ്പേ ഉള്ളൂ നമുക്കൊക്കെ. പക്ഷേ നമ്മുടെയൊക്കെ നിപ്പും ഭാഗവും ഒക്കെ കണ്ടാൽ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ അറിയാതെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സകലതും അവൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് ഇവിടെ വരണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ടായില്ലല്ലോ അല്ലേ? നമ്മളുടെ മനസ്സിലെ ആഗ്രഹത്തെ അവൻ മാനിച്ചത് കൊണ്ടല്ലേ നമുക്കിന്ന് കടന്നു വരുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തിലാണ് നമുക്ക് നിഗളിക്കുവാനായിട്ടുള്ളത്? എന്തിനെക്കുറിച്ചാണ് നമുക്ക് പുകഴ്ച പറയുവാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിയാൽ അത് അവൻ്റെ ബുദ്ധി കൊണ്ട്, അവൻ്റെ ശക്തി കൊണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കാരണം പരീക്ഷയുടെ അന്ന് രാവിലെ അവനൊരു പനി വന്നിരുന്നെങ്കിലോ അല്ലേ? അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പം കാലൊന്ന് ഉളുക്കിയിരുന്നെങ്കിലോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളല്ലേ? ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്വയം നിഗളിച്ച് ജീവിക്കുന്നത്? നമ്മളൊരു ബിസിനസ്സിൽ ഏർപ്പെട്ടു, അതിനെ ദൈവം വളർത്തി തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്, നിൻ്റെ ഹൃദയത്തിൽ അറിയാതെ പോലും നീ പറയരുത്, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും കൊണ്ട് ഞാൻ ഈ സമ്പത്തുണ്ടാക്കിയെന്ന്. 18-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മളോട് പറയുന്നത് ഇതാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കരുതെന്ന് മാത്രമല്ല, നീ ഓർക്കേണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കണം. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം ഓർത്തെടുക്കുകയും നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ ചുറ്റിനുമുള്ളവരോട് പറയാൻ സാധിക്കണം. ദൈവത്തെ ഓർക്കാതെ ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാനായിട്ട് പാടില്ല. നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നു. അപ്പോൾ ദൈവം തരുന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് സാക്ഷിക്കേണ്ടുന്നൊരു സമയം കൂടിയാണ് 25 വർഷങ്ങളായി ഈ പ്രദേശത്ത് നിലകൊള്ളുന്ന ഈ ഒരു ഇടവക. ഈ ഇടവകയിലെ അംഗങ്ങളായി കൺവെൻഷന് വേണ്ടി, കൂട്ടായ്മകൾക്ക് വേണ്ടി കടന്നു വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ചിന്തയും ഇതായിരിക്കണം, ദൈവമേ, നീ തന്നതല്ലാതെ, നീ നടത്തിയതല്ലാതെ, ഞങ്ങൾ നേടിയെന്ന് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളെ തന്നവൻ നീയാ, എല്ലാ കാര്യങ്ങളെയും ഒരുക്കി തന്നവൻ നീയാ, കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യവും ബുദ്ധിയും ശക്തിയും തന്നത് നീയാണ്. ഒന്നും ഞങ്ങളുടെ കൈനേട്ടമെന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു വേദഭാഗം നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്നത് ഇത്തരത്തിലാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഏറ്റവും പരമപ്രധാനമായ കൽപ്പന എന്ന് യേശു കർത്താവ് തനിക്ക് ചുറ്റിനും നിന്നവരോട് പറഞ്ഞതുപോലും, നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇനിയും ആ പദം നമ്മൾ വളരെ അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പ്രത്യാശ വയ്ക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ആരാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കണം, ഞാൻ എൻ്റെ കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? കാരണം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്നതെല്ലാം അതിൻ്റെ പുറകെ ജീവിതത്തിൽ വരുമെന്നുള്ളത്. അതുകൊണ്ട് സ്നേഹിക്കുവാനായി, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. അതുകൊണ്ട് തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായി നാം മാറണം. ഈ ഇടവക ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഇടവകയായി മാറുമ്പോഴാണ് ഇതിനുള്ളിലുള്ളവർക്ക് പരസ്പരം സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഈ ഇടവകയിലുള്ളവർക്ക് പരസ്പരം അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ക്ഷമിക്കുവാനോ വഹിക്കുവാനോ സാധിക്കത്തില്ല.
അതുകൊണ്ട് ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിരിക്കണം. ഒരു ഇടവകയുടെ വാർഷികമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴാണ് ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് ആവശ്യം. പരസ്പരം സ്നേഹിച്ചിരുന്ന കുറച്ചു പേർ ചേർന്ന് ആരംഭിച്ച ഈ ഒരു ദേവാലയത്തിൽ ഇന്ന് ആരാധിക്കുന്നവർക്ക് പരസ്പരം സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് ചുറ്റിനുമുള്ളവരെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമതായി ഈ ഭാഗം നമ്മളോട് പറയുന്നു, ഈ വചനങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് വരേണ്ടിയവരല്ല, ഈ വചനമൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കണം. എത്രത്തോളം ദൈവവചനത്തെ നമ്മളുടെ ഉള്ളിൽ മനഃപ്പാടമാക്കാൻ പറ്റുമോ അതെൻ്റെ സമ്പത്താണെന്ന് കാണുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണ് വെളിയിലേക്കാണ് പോകുന്നതിൽ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് ഈ ദൈവവചനമാണ്. എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ഈ ദൈവവചനം വായിക്കാൻ, ഗ്രഹിപ്പാൻ, ധ്യാനിപ്പാൻ, മനഃപ്പാടമാക്കാനൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വചനത്തെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. ഒരിത്തർക്കും അപഹരിക്കുവാൻ സാധിക്കാത്തൊരു സമ്പത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് ഈ വചനത്തെ ഉള്ളിൽ സംഗ്രഹിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്തതായി അവിടെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും കൊടുത്തിരിക്കുന്ന ഒരു വലിയ നിയോഗവും ഉത്തരവാദിത്വവുമാണ്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. തലമുറയ്ക്ക് ദൈവവചനത്തെ പകരുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് എല്ലാ ക്രൈസ്തവ സഭകളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഒരു 10 കൊല്ലത്തിന് ശേഷം, 15 കൊല്ലത്തിന് ശേഷം ആരാധനാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുമോ എന്നുള്ള ഭയത്തിലാണ് എല്ലാ ക്രൈസ്തവ സഭകളും. എന്തുകൊണ്ടാ? അടിത്തറ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവർ ദൈവത്തെ വിളിക്കുമെന്നുള്ള ഉറപ്പ് മുതിർന്നവരായ നമുക്കുണ്ടാവണം. കാരണം അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടുന്നതിനെ ചെറുപ്രായത്തിൽ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. എപ്പോഴൊക്കെയാ? വീട്ടിലിരിക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും, നടക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ ആക്ഷൻസിലും ഈ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകണം. അത് തലമുറയ്ക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. നീ ആരുടെ വകയാണെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ചില ചിട്ടകൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. നിന്നെ നോക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാകണം നീ ആരുടെ വകയാണെന്ന്. നിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മനസ്സിലാകണം ഈ ഭവനം ആരുടെ വകയാണെന്ന്. ഇതൊക്കെ ചെയ്ത് നീ ജീവിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തെ മറക്കാതെ ജീവിപ്പാൻ നിനക്ക് സാധിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തെ ഓർത്താലുണ്ടല്ലോ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. പലതും നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട് എന്നുള്ള ഭാവം നമുക്കുണ്ട് എങ്കിൽ, ഇതൊക്കെ എൻ്റെ കൈമിടുക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അബദ്ധമായ ചിന്തയും ധാരണയും വേറൊന്നില്ല. കാരണം ദൈവമല്ലാതെ മറ്റൊരു ശക്തി നമ്മളെ വഴി നടത്തുന്നതില്ല. നന്ദിയല്ലാതെ അവനോട് പറയാനായിട്ടൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ ഈ നന്ദിയുടെ വാക്കുകൾ കൂടുതൽ വരുന്നത് എപ്പോഴാണ്? നെഗളം കുറയുമ്പോഴാണ്, അഹങ്കാരം കുറയുമ്പോഴാണ്. ഞാൻ ആരോ ആണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്ന ഒരാൾക്കൊരിക്കലും മറ്റുള്ളവരോടും നന്ദി ഉണ്ടാകത്തില്ല. എപ്പോഴും ഓർക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനുമുള്ളവരോടും നമുക്ക് എന്തുണ്ടാവും? നന്ദിയുണ്ടാവും. മക്കളെ പഠിപ്പിക്കണം നന്ദിയുടെ മനോഭാവത്തിൽ ജീവിക്കുവാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിലും സംതൃപ്തിയില്ല, അല്ലേ? എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും മക്കൾ എന്താ പറയുന്നത്? ഇതേ ഉള്ളോ എന്ന് ചോദിക്കും, അല്ലേ? ദോശ ഉണ്ടാക്കി കൊടുത്താൽ ചോദിക്കും ഇഡലിയില്ലേ, ഇഡലി ഉണ്ടാക്കിയാൽ ചോദിക്കും അപ്പമില്ലേ, അപ്പം ഉണ്ടാക്കിയാൽ ചോദിക്കും പുട്ടില്ലേ. അതായത് എന്ത് നമ്മൾ നൽകുന്നോ അതിലൊന്നും സംതൃപ്തിയില്ല. സംതൃപ്തി ഇല്ലാത്തത് എപ്പോഴാ? നന്ദിയില്ലാത്തപ്പോൾ. നന്ദിയില്ലാത്തത് എപ്പോഴാ? ദൈവത്തെ ഓർക്കാത്തപ്പോൾ. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ പൂർവ്വ മാതാപിതാക്കന്മാർക്ക് ഭക്ഷണത്തെക്കുറിച്ചൊന്നും ഒരു ചോയ്സും ഇല്ലായിരുന്നു, അല്ലേ? കിട്ടുന്നതെന്തും. കാരണം അന്ന് വിശപ്പടക്കിയാൽ മതിയായിരുന്നു. ഇന്ന് കാലം മാറി, ദൈവം നമ്മളെ ഉയർത്തി, നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളും തന്നപ്പോൾ നമുക്കിന്ന് കിട്ടുന്നതൊന്നും പോരാ. നമുക്കതൊന്നും സംതൃപ്തി തരുന്നില്ല. നമുക്ക് നന്ദിയില്ലാത്തവരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾ മാത്രമല്ല പിറുപിറുക്കുകയും മുറുമുറുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർ, നമ്മളും അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്രായം മുതലേ നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമ്മളും പഠിച്ചിരിക്കണം, നമ്മുടെ തലമുറയും പഠിച്ചിരിക്കണം. പരസ്പരം നന്ദിയുള്ളവരായി. നമുക്കിങ്ങനെ ഒരു ആരാധനാലയം ഉണ്ടായത് എത്രയോ പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്.
നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തിരിക്കുന്നവരോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ദൈവം തന്നതല്ലാതെ ബന്ധങ്ങൾ ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റിനും ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ദൈവവചനത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുത്ത് നമ്മളൊക്കെ ജീവിക്കണം. ദൈവവചനമെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, ദൈവവചനം ഒരു കണ്ണാടി പോലെയാണ്. എന്തുകൊണ്ടാ? നമ്മൾ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരാണ്, പക്ഷേ നമ്മളെ വായിക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഈ ലോകത്തുള്ളൂ, അത് വിശുദ്ധ വചനമാണ്. ബൈബിള് നമ്മളെ വായിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. കാരണം ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ എന്തൊക്കെയാ, നമ്മൾ എവിടെയാണിപ്പോൾ നിൽക്കുന്നത്, ഇനി എത്രത്തോളം നമ്മൾ വളരണമെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വിശുദ്ധ വചനം വായിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഏറെ പ്രാധാന്യമുള്ളതായി നമ്മളുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ വചനത്തെ കാണണം. നമ്മളുടെ ആത്മീയതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകമാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ഈ വിശുദ്ധ വേദപുസ്തകത്തെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കണം. കുഞ്ഞുങ്ങളോട് ഞാൻ എടുത്തു പറയുക, നിങ്ങൾ സ്കൂളിലെ ബുക്സ് പഠിക്കണം, വായിക്കണം, ഒക്കെ ശരിയാണ്, പക്ഷേ യു മസ്റ്റ് ഓൾസോ റീഡ് ദ ഹോളി ബൈബിൾ. ഈ വിശുദ്ധ വേദപുസ്തകത്തെ വായിക്കുവാനും പഠിക്കുവാനും ഹൃദയസ്ഥമാക്കുവാൻ, ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊരു ആത്മീയ കൂട്ടായ്മയായി വളരുന്നു എന്ന് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് എന്താണ് നമ്മളോട് പറയുവാനുള്ളത്? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മളെ തന്നെ നമ്മൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കാം. ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ശക്തിയും എൻ്റെ മിടുക്കും കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നൊരിക്കലും പറയുവാൻ ഇടവരരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിലെ നിഗളഭാവമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ദൈവത്തെ ഓർക്കുവാൻ, അവൻ നടത്തിയ വിധങ്ങളെ മറക്കാതെ ജീവിപ്പാൻ, അത് തലമുറയോട് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ഉള്ള കൃപ അത് നമുക്ക് നൽകുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മുടെ അകക്കണ്ണുകളെ ദൈവം തുറക്കും. നമ്മുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടുന്ന ഇടത്താണ് നമ്മുടെ കുറവുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പാടുവാൻ സാധിക്കണം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
ഞങ്ങൾ അർഹിക്കാത്ത നന്മകൾ, ഞങ്ങൾ യാചിക്കാത്ത പലതും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോറ്റി വളർത്തി പുലർത്തി. പലപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയേണ്ടുന്നത് പോലെ നിന്നെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ തലമുറയെ നിൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തേണ്ടുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ചേർത്ത് നിർത്തുവാൻ സാധിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ ഒരു കുറവാണ്. പലതും ഞങ്ങളുടെ കൈമിടുക്കുകൊണ്ട് ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതി പോകുന്നു. ഞങ്ങളുടെ ചുറ്റിനും നിൽക്കുന്നവരെക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠരാണെന്ന് അറിയാതെ ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു. ഈ കുറവുകളെ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുതാപത്തോടെ കടന്നു വരുന്നല്ലോ അപ്പാ, നീ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം തിരിച്ചു മടക്കി തരുവാൻ കഴിയാതെ പോകുന്നത് ഞങ്ങളുടെ കുറവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ സ്തുതി സ്തോത്രം കർത്താവെ, സകലതും നിനക്ക് ഞങ്ങൾ നൽകുന്നത് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പറയുവാൻ ഞങ്ങളുടെ നാവിനെയും ഹൃദയത്തെയും ജീവിതത്തെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ വകയാണെന്ന് സ്വയം പറയുവാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. മറ്റുള്ളവർ ഞങ്ങളെ നോക്കുമ്പോൾ ഇവൾ ആരുടെ വകയാണ്, ഇവൻ ആരുടെ വകയാണ്, ഈ ദേവാലയം ആരുടെ വകയാണെന്ന്, ഈ ഭവനം ആരുടെ വകയാണെന്ന് പറയത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനാലയം ഞങ്ങളുടെ ആലയമാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്നേഹിക്കുന്ന ഇടമാക്കി ഈ ആരാധനാലയത്തെ തീർക്കണമേ എന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം കർത്താവേ, ഞങ്ങൾക്ക് മറുപടി നൽകുമാറാകണം. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നതുപോലെയല്ല, മടങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വകയാണെന്നും ഞങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്നുമുള്ള ആത്മവിശ്വാസത്തിൽ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ஆசீர்வாதம் நமது ஆண்டவராகிய இயேசு கிறிஸ்துவின் அன்பும் பாதுகாப்பும் கிருபையும் நம் அனைவரோடும் இன்றும் என்றும் சதா காலமும் நிலைத்து நிலவுவதாக. ஆமென். கர்த்தரை ஸ்தோத்ரி, என் முழுமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்ரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்ரி, அவர் செய்த சகல உபகாரங்களை மறவாதே. ஆமென்.